ടയർ കയറ്റിയിട്ട് നമ്മള് കാണുന്നതായിരിക്കും. ഇത് ഉണ്ണി, ഇത് യേശു, ഇത് രായൻ. മറ്റവര് നല്ല തിരക്കാട്ടോ. നമ്മള് മാറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാര് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. എടുത്തില്ലായത് 2 V3 ഉണ്ട്, ഒരു ഡ്യൂക്ക് ഉണ്ട്, 2 ഡ്യൂക്ക് ഉണ്ട്. ഇപ്പൊ ഇത്ര സാധനം മാറാനുള്ള ടയറാട്ടോ. നല്ല തിരക്കാ. വന്ന് കയറിയപ്പോഴത്തേക്കും കൊണ്ടാരം കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രിപ്പുണ്ട്. മറ്റേ സാധനം വെച്ചിട്ട് 2 തവണ വണ്ടി താഴെ പോയി. ഇത് ഷോക്കാനും കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം മാറാൻ എന്നാ പൈസ ആവുമല്ലോ. കണ്ടില്ലേ? ഫ്രണ്ട് തൊട്ട് ബാക്ക് കിട്ടു. കഴിഞ്ഞ നെട്ടോ എനിക്കറിയില്ല. അവന്മാർക്ക് വല്ലാഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടെ. സാധനം കിട്ടി. സീന കേട്ടോ. All set guys. Okay. മച്ചന്മാരെ അവന്മാര് പോയി കേട്ടോ. നമ്മളെ വണ്ടി എടുത്തോണ്ട് പോണം. അപ്പൊ നമ്മള് പോവാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവൻ്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തേലും ബുക്ക കഴിക്കാൻ കയറും. നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അടുത്ത വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോകണം. അവൻ്റെ വണ്ടി അന്ന് ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്നൊന്ന് നോക്കണം. ഉണ്ടാളിയാ ഇവൻ മച്ചന്മാരെ നമ്മളിപ്പം വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തെ ഇത് ഈ വ്ലോഗും കാര്യങ്ങളും പരിപാടിയൊക്കെ എടുക്കാൻ വേണ്ടി മഴയത്തായിരുന്നു. ഫുള്ള് പനി പിടിച്ചു. ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഇവരുടെ വണ്ടി പണിത് ഇറക്കിയത്. ഇങ്ങനെയോ ഇത് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ അത് സീനൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് എന്തോ സിമ്മ് ചെയ്യണോ അങ്ങനെ എന്തോ പറഞ്ഞു. സിം അടിച്ച് കയറ്റണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ എൻജിൻ താക്കേണ്ടി വരും. പക്ഷേ അത് വലിയ സീനൊന്നും ഉള്ള കേസല്ല. പിന്നെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ വണ്ടി ഓടിച്ചിട്ട് ചൂടായിട്ട് അതിൻ്റെ സൗണ്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ടയർ മാറി ഇനി ഓടിക്കുക, അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും പോയി നല്ലൊരു ചായ കുടിക്കണം. നല്ല വിശക്കുന്നുണ്ട്. അയ്യോ, പനിയും കൂടെ ആയതുകൊണ്ട് എന്തോ പോലെ ഈ മൂക്കടഞ്ഞിരുന്നിട്ടേ ഭയങ്കര സീൻ. ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊരു ലക്കും ലെവലും ഇല്ല. തേങ്ങ എവിടെ പോയടാ? അറിയത്തില്ല. ഇതമ്മാരല്ലേ? എന്തുവാടാ ഇത്? അമ്മ പറയാതെ ഇത് എവിടെയൊക്കെയാടാ കൊണ്ട് കേട്ടുന്നത്? അമ്മമാര് ചായ കടയിൽ കയറി ഇതേ നേരെ കയറ്റി കേട്ടോ. പണ്ടായിരം നമ്മളിപ്പോൾ നേരെ അതിലേ പോയേനെ കണ്ടില്ലായിരുന്നെങ്കിൽ. ഹെൽമെറ്റൊക്കെ എടുത്തോണ്ട് പോവാം. നല്ല സീന. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡ് ക്രോസ് ചെയ്ത് വന്ന് എടുത്തോണ്ട് പോകേണ്ടി വരും. മച്ചന്മാരത് ടയറൊക്കെ മാറി വണ്ടി നല്ല സീനായിട്ടുണ്ട് കേട്ടോ.
കഴിക്കാൻ കയറി കേട്ടോ ബജ്ജി. ചായ വെളിപ്പുണ്ടോടാ. ചായ കുടിച്ചിട്ട് ഇറങ്ങി. നല്ല വിശപ്പായിരുന്നു. അപ്പത്തേക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ. ഇപ്പോഴാണ് ഒരു തെളിവ് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചു, ടയർ മാറി, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോയിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിവും കാര്യങ്ങളൊന്നുമില്ല. ഞാനും സ്റ്റാർട്ട് ചെയ്തോളൂ, ഒരു ബിഗിനറാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ മറ്റേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ബഡീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.